എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജേഷ്. നാച്ചേഴ്സ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിഷു വന്ന് പഠിക്കുന്നതൊക്കെയാണ്. അപ്പോൾ നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് നമ്മളിവിടെ കണിവെള്ളരി ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ മാളയിലെ നമ്മുടെ ഫാമാണ്. അപ്പോൾ കണിവെള്ളരി ഇത് കണ്ടോ, മൊത്തം പുല്ല് മൂടി കിടക്കണം. അതിനിടയിൽ മഴ പെയ്തതിൻ്റെ പേരിൽ മൊത്തം പുല്ലായി. പക്ഷേ ഇത് മൊത്തം വെള്ളരിയാണിത്. അപ്പോൾ നമുക്ക് 2 വെള്ളരി പ്രധാനമായിട്ട് ഒരുപാട് പല വെറൈറ്റീസ് ഉണ്ട്. ഇത് കണിവെള്ളരിയാണ്. നമ്മൾ കണിക്ക് വേണ്ടിയിട്ട്, നമ്മൾ വിഷുവിന് കണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളരിയാണ്. സാധാരണ രീതിയിൽ ആ കണി സമയത്ത് മാത്രമാണ് നമ്മൾ സാധനം ഇത് ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വേറെ വെള്ളരികളാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ കളറാണ്. ഇതിന് കാണാനുള്ള ഭംഗി കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കണിക്കൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യണത്. ഇപ്പം നമ്മൾ മൊത്തം കണിവെള്ളരി നമ്മൾ ഇന്ന് മൊത്തം പൊട്ടിച്ച് കയറ്റാണ്. ഇതിനിപ്പോൾ വിഷുവിനാകെ 3-4 ദിവസമുള്ളൂ. ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്തിട്ട് ഒരു 45 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് പൂവായി തുടങ്ങും. പക്ഷേ നമുക്കിത് വിളവ് ശരിക്കും ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി നല്ല കളറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, മൂത്ത് നല്ല കളറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 65 മുതൽ 70 ദിവസം വരെയെങ്കിലും ഏറ്റവും കുറഞ്ഞെടുക്കും. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 95% മേൽ ജലാംശമാണ്. പിന്നെ ഒരുപാട് മിനറൽസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയേക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന്. നമ്മുടെ ശരീരത്തിൽ ചൂട് എന്നെ കുറച്ച് നമ്മുടെ തണവ് നിലനിർത്താനും അതേമാതിരി ജലാംശം നിലനിർത്താനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ, എല്ലാവിധ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ സിയും വൈറ്റമിൻ കെയും ഒക്കെ ഒരുപാട് റിച്ച് ആയിട്ട് നമുക്ക് ഇതെല്ലാ ദിവസവും ഒരു 100 ഗ്രാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറൊരു വൈറ്റമിൻ സിക്ക് നമുക്ക് കഴിക്കുകയേ വേണ്ട. അതേമാതിരി വൈറ്റമിൻ കെ ആയാലും അങ്ങനെ ഫൈബർ കണ്ടൻ്റ് ആയാലും ഒക്കെ ഒരുപാട് കൂടുതലുള്ള ഒരു ഭക്ഷ്യോൽപ്പന്നമാണ് നമ്മുടെ ഈ വെള്ളരി. അപ്പം നമ്മുടെ ഹാർവെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കണിവെള്ളരി എന്നല്ല, സാധാരണ വെള്ളരി നമ്മൾ സലാഡിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറ്. ഭക്ഷണത്തിന് മുന്നായിട്ട് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഈ ഡയറ്റിനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ഈ പച്ചടിയും അതേമാതിരി തന്നെ കിച്ചടിയും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇങ്ങനത്തെ വെള്ളരിയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു വിഭവത്തിലേക്ക് പോവാം. നമുക്കപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടൊരു കിച്ചടി ഉണ്ടാക്കാം. നമ്മൾ സദ്യകളിലൊക്കെ വിളമ്പണ ടൈപ്പ് ഒരു കിച്ചടി. നമ്മളിപ്പോൾ നമ്മുടെ വെള്ളരി കഴുകി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് നമുക്ക് ഉപ്പും കൂടി ഇടാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ വെള്ളരി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാളികേരം എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ജീരകം, കുറച്ച് കടുക്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് കുറവ്, അപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ അരപ്പൊന്നും ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കണേ. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് അധികം തിള വരാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അതൊരു ഇങ്ങനെ പിരിഞ്ഞ പോലെയാവും. അപ്പോൾ നമുക്കൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് താളിക്കാം. കടുക് പൊട്ടിക്കാം. പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് എപ്പോഴും ഒരു സൈഡ് ഡിഷായിട്ടാണ് നമുക്ക് എപ്പോഴും നല്ലത്. മെയിൻ കോഴ്സായിട്ടല്ല, സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിൽ അങ്ങനെ ഒരു വലിയൊരു എരിവൊന്നും ഉണ്ടാവില്ല. മുളക് പൊതുവെ കുറവായിരിക്കും. ഒരു പുളിരസമായിരിക്കും എപ്പോഴും ഉണ്ടാവുക ഈ നമ്മുടെ തൈരിൻ്റെ. അപ്പോൾ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്.